കോളിഫ്ലവർ എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമൊന്നുമല്ല, പ്രത്യേകിച്ച് കറിയൊക്കെ വെക്കാനായിട്ട്. ഇത് നമ്മുടെ കോളിഫ്ലവർ ബജി പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കില്ലേ, ഗോബി മഞ്ചൂരിയനായിട്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ കറി അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ വാങ്ങിക്കാതിരിക്കാൻ തോന്നിയില്ല. അത്രയും നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരു പുഴുവോ അഴുക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കുറച്ച് കറി വെക്കാം എന്നുള്ളത്. ഞാൻ കടയിൽ നിന്ന് വരെ ജീരകമാണ് ഇട്ടത്. പിന്നെ സവോള, തക്കാളി, പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ വേവിച്ചിട്ട് എടുത്തൊന്നുമില്ല, ഡയറക്റ്റ് അരിഞ്ഞ് ഇതിനകത്തോട്ട് ഇടുകയായിരുന്നു ചെയ്തത്. വലിയ അഴുക്കോ കാര്യങ്ങളോ ഉള്ള കാരണം എനിക്കങ്ങനെ സെപ്പറേറ്റ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാമെന്ന് തോന്നിയില്ല. ഞാൻ ഡയറക്റ്റ് തന്നെ ഇതിനകത്തോട്ട് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തു. പിന്നെ അത്യാവശ്യം ഞാൻ ഗ്രീൻ പീസ് ഫ്രോസണാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല രീതിക്ക് വെള്ളമെല്ലാം കഴിഞ്ഞ് നന്നായിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷം തേങ്ങാപ്പാൽ, നല്ല രീതിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാലോ ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാൻ കുറച്ചുകൂടെ ടേസ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കി വന്ന കോളിഫ്ലവർ ഞാൻ നെക്സ്റ്റ് ഡേ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഉണ്ടാക്കിയായിരുന്നു, തേങ്ങാപ്പാൽ ഒഴിക്കാതെ. ഈ സെയിം തന്നെ റെസിപ്പി ഉരുളക്കിഴങ്ങും കൂടെ ആഡ് ചെയ്തിട്ട് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പിന്നെ വേറെയും കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, വെജിറ്റബിൾസും.